ഹലോ ഗായ്സ്, ഇന്ന് നമ്മള് രാവിലെ തന്നെ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പത്തെ പരിപാടിയാണ് ഇപ്പൊ ഇന്ന് വീഡിയോസ് ഇടുന്നത്. അപ്പം ചോറ് അടുപ്പത്തിട്ട് വന്ന് നോക്കുമ്പോ ചോറ് അയക്കണ്. അപ്പോ ചോറ് ഊറ്റി അതിൻ്റെ ഇടയിൽ കുട്ടി കരഞ്ഞ് അങ്ങനെ മരുളുട്ടി കുട്ടീൻ്റെ അടുത്തേക്ക് പോയി. കുട്ടിക്കാണെങ്കിൽ അസുഖമാണ്, ജലദോഷവും പനിയൊക്കെ ആയിട്ട് നിലത്ത് ഇറങ്ങാനില്ല. അങ്ങനെ ഏതായാലും അതിൻ്റെ അടിയിൽ വലിയ വെള്ളമില്ലായിരുന്നു. അപ്പം വെള്ളമൊക്കെ പാർന്ന് ചുവട്ടിൽ ചോറ് ഊറ്റാൻ പോയി. അതിൻ്റെ ഇടയിൽ ചക്കക്കുരു അയലൊക്കെ തിന്നേ ഒരു ചക്ക ഇട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ചക്കക്കുരു കൊണ്ടൊരു കറി വെക്കാൻ വിചാരിച്ചാണ്ട് അങ്ങനെ ചക്കക്കുരു തൊലിച്ച് ചക്കക്കുരു തൊലി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മുസ്താഖ ചായ കുളിച്ചു. അങ്ങനെ ചായ എടുത്ത് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ പോയി. അങ്ങനെ കറി വെച്ച് കുക്കറിൽ വിസിലൊക്കെ അടിച്ചുകൊണ്ട് തേങ്ങ ഇറങ്ങാത്ത കറിയേനി ഇന്ന് ഞങ്ങൾ വെച്ച്. അങ്ങനെ തൂമ്പിച്ച് വേറെ പാത്രത്തൊക്കെ ഒഴിച്ച് വെച്ച്. അപ്പോൾ ചക്കക്കുരൊക്കെ നല്ലോണം വന്നിക്കണം. അടിപൊളി ചക്കക്കുരുയിരുന്നു. നല്ല മുട്ട കുഞ്ചോലെ നല്ലോണം വന്നിക്കണ്. പിന്നെ ആകെ 3 ആൾക്കാരെ ഞങ്ങൾ പെരയിലുള്ളൂ. അപ്പോൾ കുറച്ച് കറി മതി ഞങ്ങൾക്ക്. എല്ലാം ബാക്കിയേക്കാരം. അപ്പോൾ ജലദോഷവും പനിയൊക്കെ എല്ലാവർക്കും വന്നതുകൊണ്ടേ അങ്ങനെ ബത്തൽ മീൻ ഇന്ന് മീൻകാരൻ്റെ അടുത്തുനിന്ന് വാങ്ങിയത്. അങ്ങനെ ബത്തൽ മീൻ എന്നാൽ പൊരിച്ചണ്ട ആർക്കും ഒന്ന് ഇറങ്ങാണ്ട് അങ്ങനെ ബത്തൽ മീൻ വറ്റിച്ചാൻ വേണ്ടി നിന്നു. പിന്നെ അടുത്തത് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുട്ടീൻ്റെ അടുത്തേക്ക് പായും പിന്നെയും വരും. അങ്ങനെ ചട്ടിക്ക് എല്ലാം ചേരുവകളൊക്കെ ഇട്ട് ഒന്ന് അടുക്കളപ്പണി ഞാൻ എടുക്കും, പുറം പണി മരുളൂട്ടി എടുക്കും. അങ്ങനെ ഞങ്ങൾ 8-9 മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ അടുപ്പത്തെ പണിയൊക്കെ തീർക്കും. കുട്ടിക്ക് സുഖമില്ലായിട്ട് പിന്നെ തീരെ ഒന്നിനും പറ്റാത്തൊരു സമയമായ പോലെ ഇനി എന്തേലും അഡ്ജസ്റ്റ് ചെയ്തെങ്ങാണ്ടില്ല കറികളും കൂട്ടാനൊക്കെ വെക്കമ്മ നമുക്കെന്ന് പറഞ്ഞോള്. അങ്ങനെ മീനൊക്കെ പുളിയൊക്കെ ഒഴിച്ച് തുള്ളി വെള്ളത്തിലാട്ടോ വെച്ചത്. ഞങ്ങൾ കുറേ വെള്ളത്തിലൊന്നുമില്ല, വറ്റിച്ചാണ്ട് വെറുതെ നിൽക്കണ്ടേ. അപ്പം കുറഞ്ഞ വെള്ളത്തിലാണ് വത്തൽ മീൻ വറ്റിച്ചത്. വറ്റിച്ചത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിന് പോകും കേട്ടോ. എല്ലാം പാടെ നടക്കണ്ടേ. അപ്പോൾ മറ്റോള് പാട്ട് അടിയിട്ട് അങ്ങോട്ടൊന്ന് പോയി. അതിൻ്റെ ഇടയിൽ വീഡിയോസും അതും ഇതൊക്കെ പാടായിട്ട് ഏതായാലും ഫസ്റ്റ് ആകൊണ്ട് എന്തൊക്കെ കാട്ടണ്ടി എങ്ങനെ ചെയ്യണ്ടി ഒന്നും അറിയില്ല. ഏതായാലും എന്തെങ്കിലും തെറ്റുകുറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കോണ്ടി. ഏതായാലും മീനൊക്കെ ഇട്ട് തുള്ളി വെള്ളത്തിലാകൊണ്ടേ പിന്നെ മീനൊന്നും കുറച്ച് വെള്ളം ഇറങ്ങാണ്ടല്ലോ. മൂടി വെച്ച് പിന്നെന്താ അടുത്തത് ഞാൻ പപ്പടം പൊരിക്കാറുങ്ങാണ്ടേ. അങ്ങനെ ചട്ടിയിലുള്ള മീൻ ഒന്ന് സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാൻ പറ്റൂല, അടി പിടിച്ചൊന്ന് കരുതി. പിന്നെ പൊട്ടും ചെയ്യുമല്ലോ വേഗം. പപ്പടമൊക്കെ അപ്പുറമൊക്കെ തുടച്ച് ഒരു കുഞ്ഞച്ചട്ടി വാങ്ങിനി. പപ്പടം പൊരിച്ചാനായിട്ടില്ല, ചെറിയൊരു ചട്ടിയാണിത്. അപ്പോൾ അതിൽ പപ്പടമൊക്കെ പൊരിച്ച് പിന്നെന്താ അങ്ങനെ അടുപ്പത്തെ പണിയൊക്കെ ഒരുവിധം ഇതായി. അപ്പോത്തിന് അകത്തത്തെ തുടക്കലും തിരുമ്പലും തട്ടിക്കൊട്ടലും എന്ന് പറഞ്ഞ മാതിരിയൊക്കെ മരുളൂട്ടിയും കഴിച്ച് അങ്ങനെ 8-9 മണിയായപ്പോത്തിന് ഞങ്ങൾ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞു.